ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ശനിയാഴ്ചയാണ്. വീക്കിലി അനാലിസിസ് നമുക്ക് ഒന്ന് വിശദമായിട്ട് തന്നെ ഇന്ന് ചെയ്യാം. കാരണം ഇന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ തമ്പനയിലിനകത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം സെലൻസ്കിയെ ട്രംപ് തേച്ചെന്നുള്ളതാണ്. കാരണം അദ്ദേഹം കുറേ കാര്യങ്ങൾ ഒരു നീണ്ട ലിസ്റ്റ് കൊടുത്തു. ഇതൊക്കെ നീ അംഗീകരിക്കുക, ഇല്ല അംഗീകരിച്ചാൽ നിന്നെ സപ്പോർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ നിനക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല എന്ന് പറഞ്ഞ് ഇത്രയും നാളും കൊണ്ട് നടന്ന ട്രംപ് അണ്ണൻ തന്നെ സെലൻസ്കിയെ തേച്ചു. അപ്പോൾ ഇനിയിപ്പം ഈ ധാരണ ഈ ആഴ്ച നമുക്ക് അറിയാൻ പറ്റും സെലൻസ്കി അംഗീകരിക്കുമോ ഇല്ല എന്നുള്ള കാര്യം. അംഗീകരിക്കാതെ പുള്ളിയുടെ മുന്നിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. കുറേ ഓഫറുകൾ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചുരുക്കം പറഞ്ഞ റബ്ബർ സ്റ്റാമ്പ് പോലെ എല്ലാം അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏത് കച്ചവടമായാലും, പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. അപ്പം ഏത് കച്ചവടമായാലും പുള്ളിക്ക് ലാഭം എന്നൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ ആഴ്ച വളരെ നിർണായകമാണ്. പല കാര്യങ്ങൾക്കകത്തും ഈ ആഴ്ച നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് വളരെ നിർണായകമാണ്. നമ്മൾ ATH അടിക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് പോയി, പക്ഷേ ഒന്നും നടന്നില്ല. ഇതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പഴയ 2 ഗ്രൂപ്പുണ്ട്. നിഫ്റ്റി ലെവൽ 1 എന്നും ലെവൽ 2 എന്നും പറഞ്ഞ 2 ഗ്രൂപ്പുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരും പറഞ്ഞായിരുന്നു എക്സിറ്റ് ചെയ്ത് പോകണം, നമ്മൾ ഇനി അതിൽ അപ്ഡേഷൻ ഒന്നും ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും കുറേ പേരൊക്കെ ഇറങ്ങിപ്പോയി, കുറേ പേര് ഇപ്പോഴും അതിനകത്ത് നിൽപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ എക്സിറ്റായി, ഞാൻ അഡ്മിനും അല്ല എക്സിറ്റുമായി. ഞാൻ എല്ലാവരോടും, കാരണം ഇവരെ എല്ലാം റിമൂവ് ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും അവിടെ നിന്ന് മാറാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി അത് വാട്സപ്പിൽ ഇൻഫോം ചെയ്തതിന് ശേഷം ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റായി. ഇപ്പോഴും അതിനതിൽ 100-300 പേരോളം നിൽപ്പുണ്ട്. ദൈവത്തെ ഓർത്ത് അവിടെ ഇപ്പോൾ വേറെ, ഇപ്പോൾ എനിക്കൊരാൾ മെസ്സേജ് അയച്ചു, വേറെ ഒരു ടീം അതിനകത്തിൽ പിന്നെ എന്തോ കോള് കൊടുക്കുന്നു, ഓഫർ പറയുന്നൊക്കെ പറഞ്ഞു കേട്ടു. ദൈവത്തെ ഓർത്ത് കൊണ്ട് തല വെച്ച് പണി മേടിച്ച് പോവില്ല. നമ്മൾ മലയാളികളോട് എത്ര പറഞ്ഞാലും നമ്മൾ കേൾക്കുകയില്ല. പിന്നെ അനുഭവം വരുമ്പോഴേ നമ്മൾ പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ആ ഗ്രൂപ്പ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു നിങ്ങളോട് ഇറങ്ങിപ്പോ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ഇനിയും ബാക്കി നിൽപ്പുണ്ടെങ്കിൽ, നമ്മുടെ നിഫ്റ്റി ലെവൽ 1, നിഫ്റ്റി ലെവൽ 2 എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പുണ്ട്, അറിയാമല്ലോ, പഴയ ഗ്രൂപ്പ്. അപ്പോൾ അതിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് ഇറങ്ങി പോവുക. റിപ്പോർട്ട് അടിച്ചിട്ട് ലെഫ്റ്റ് ചെയ്ത് പോവുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ ഗ്രൂപ്പ് അങ്ങ് പൊയ്ക്കോളും. ഞാൻ പല പ്രാവശ്യം പറയും, നിങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും അതിനകത്ത് പോയി തല വെച്ച് പണി മേടിച്ചാൽ ഞാൻ ഉത്തരവാദി ആയിരിക്കുന്നതല്ല, ഞാൻ അതിൻ്റെ അഡ്മിനും അല്ല, ആ ചാനൽ, ആ ഗ്രൂപ്പേ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ദയവ്, ഞാൻ അതിൻ്റെ ഐക്കണും കാര്യങ്ങളും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് ഇറങ്ങിപ്പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ എന്നെ ഒരാൾ മെസ്സേജ് അയച്ച് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമുക്കിനി കാര്യത്തിലോട്ട് വരാം. അപ്പോൾ സെലൻസ്കിയുടെ വിഷയം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച ഏകദേശം സെലൻസ്കി ആ കാര്യം അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യുദ്ധത്തിന് ഒരു പര്യവസാനമാവും. അങ്ങനെ ആകുമ്പം പല ഗുണങ്ങളുണ്ടാകും. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കെതിരെ റഷ്യൻ ഓയിൽ മേടിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രധാനമായിട്ടും അമേരിക്ക നമുക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഉക്രൈൻ റഷ്യ വാറ് അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ സാങ്ഷൻ്റെ അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അത് നമുക്ക് ഇന്ത്യക്ക് ഒരു ഫേവറായിട്ട് വരും. ഇത്ര നാൾ റഷ്യൻ ഓയിൽ മേടിക്കുന്നു, പിന്നെ യുദ്ധത്തെ സഹായിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു ആരോപണം. അപ്പോൾ എന്തായാലും ആ ആരോപണം ഈ യുദ്ധം തീരുന്നതോടെ അത് മാറിക്കിട്ടും. അപ്പോൾ ഇന്ത്യക്ക് അതൊരു പോസിറ്റീവായിട്ട് വരാനാണ് സാധ്യത വളരെ കൂടുതൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുടിൻ അടുത്ത മാസം നമ്മുടെ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ധാരാളം കരാറുകൾ ഒപ്പിടാൻ വേണ്ടിയുള്ള അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അടുത്ത മാസം വരുമ്പോൾ ഏതൊക്കെ സെക്ടറിൽ ഏതൊക്കെ ധാരണകളാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം വരുമ്പോഴേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. പക്ഷേ അതിന് മുന്നേയുള്ള ചർച്ചകളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. പല കാര്യങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൂലങ്കഷമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് SU-57 തരാം എന്ന് അവർ ഓഫർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഇന്ത്യ മേടിക്കുമോ ഇല്ലെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേങ്കിൽ അതിനകത്തിൽ ഇതിൻ്റെ ഇപ്പോൾ ഈ SU-57 നമുക്ക് ഈ എയർക്രാഫ്റ്റ് തരാമെന്ന് പറഞ്ഞതിൻ്റെ ഓഫറിനകത്തിൽ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കാര്യവും, അതിൻ്റെ എല്ലാ ടെക്നോളജിയും, ഓൾ ടെക്നോളജീസ്, ഒരു കാര്യം മറച്ചു വെക്കാതെ എല്ലാ ടെക്നോളജികളും ഇന്ത്യക്ക് കൈമാറി ആണ് ഈ എയർക്രാഫ്റ്റ് നമുക്ക് ഫൈറ്റർ ജെറ്റ് നമുക്ക് തരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് മോഡലാണ് SU-57. നമ്മുടെ F-35 ഓട് കടപിടിക്കുന്ന സാധനമാണ് റഷ്യയുടെ SU-57.
അപ്പം ഇത് നമുക്ക് F-35 നമുക്ക് അമേരിക്ക ഓഫർ ചെയ്തു എങ്ങനെയാണ്, പക്ഷേ ഇതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ അനുവാദം ഇല്ലാതെ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചുമ്മാതെ ഷെഡിൽ കയറ്റി ഇടാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ അനുവാദം മേടിച്ചിട്ട് മാത്രമേ ഈ സാധനം നമുക്ക് F-35 നമുക്ക് ഏതെങ്കിലും സമയത്ത് പ്രയോഗിക്കണം എന്നുണ്ടെങ്കിൽ പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ സോഴ്സ് കോഡ് അവരുടെ കയ്യിലാണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് കോഡ് കിട്ടാതെ നമുക്ക് അതിൽ ഒന്നും ഉണ്ടായും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സാധനം മേടിച്ച് ഷെഡിലിടാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ സോഴ്സ് കോഡ് ഇട്ട് അവർ തരത്തുമില്ല ഇതിന്. അപ്പോൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ റഷ്യ Su-57 തരുമെന്ന് പറയുമ്പോൾ അതിൻ്റെ സോഴ്സ് കോഡ് അടക്കം അതിൻ്റെ എല്ലാ ടെക്നോളജികളും അടക്കമായിരിക്കും നമുക്ക് ഈ സാധനം തരുന്നത്. അത് മാത്രമല്ല ഈ F-35 അതിനകത്ത് മിസൈലൊക്കെ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ തന്നെ ഈ സാധനം മേടിക്കണം. അമേരിക്കയുടെ സാധനം ഇതിനകത്ത് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സാധനം കൂടെ ഇതിനകത്ത് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അതേസമയം ഇത് Su-57 മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനവും ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ പല അഡ്വാൻറ്റേജുകളുണ്ട്. പക്ഷേ ഇത് ഇന്ത്യ ഏത് ചൂസ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എങ്കിലും ഇതിൻ്റെ ഒരു വലിയ ഡിസ്കഷനും ഇപ്പം ഈ പുട്ടിൻ്റെ സന്ദർശനത്തിൽ വരും. അതിനകത്തൊരു തീരുമാനം ഉണ്ടാകും. അപ്പം ഈ കാര്യം അണ്ണനെ എങ്ങനെ പ്രകോപിപ്പിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ Su-57 നമ്മൾ കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ണൻ വീണ്ടും പ്രകോപനം ഉണ്ടാകും. അപ്പോൾ ഈ ഡീൽ ഉണ്ടാകുന്നതിന് മുന്നേ അണ്ണൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. നമ്മുടെ ട്രേഡ് ഡീലിനകത്തിലോ അല്ലെ മറ്റെന്തെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ട്രംപിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യും, മാർക്കറ്റിനെ വളരെയധികം സ്വാധീനിക്കും. മാർക്കറ്റിന് ഒരു പോസിറ്റീവ്നെസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ട്. അപ്പം രണ്ട് നിർണായക ശക്തികൾ ഇന്ത്യയുടെ അടുക്കിലോട്ട് അടുത്ത് വരുന്നു. അപ്പം ഇതിൽ ആരെ തള്ളും ആരെ കൊള്ളും എന്നുള്ളത് ഇന്ത്യക്ക് ഒരു കീറാമുട്ടിയായിട്ട് വരും. എങ്കിലും രണ്ടുപേരെയും ഒരു സമവായത്തിൽ രണ്ടുപേരെ സന്തോഷിപ്പിച്ച് നിർത്താനേ ഇന്ത്യ ശ്രമിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേജസ് ഫൈറ്റർ ജെറ്റ് ദുബായ് ഷോയിൽ ക്രാഷായി. അപ്പോൾ ക്രാഷായതിൻ്റെ പിന്നിലെ കാരണങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷേങ്കിൽ അത് ഇന്ത്യയെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. എങ്കിലും ഈ സംഭവം നമ്മുടെ HAL ഈ സാധനം ഉണ്ടാക്കിയത്. തേജസ് എന്ന് പറഞ്ഞ സാധനം HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. ഇവരാണ് ഈ സാധനം ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ അമേരിക്ക GE ആണ് എഞ്ചിൻ സപ്ലൈ ചെയ്തേക്കുന്നത്. ഇത് അമേരിക്കയിൽ നിന്നാണ് നമുക്ക് ഈ എഞ്ചിൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ ചോദ്യശരങ്ങൾ പലതാണ്. എന്തുകൊണ്ടാണ് ഈ സാധനം താഴെ പോയത്? എഞ്ചിൻ ഫെയിലിയർ കൊണ്ടാണോ, അത് വേറെ എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ടാണോ ഇത് ക്രാഷ് ആയെന്നൊക്കെ ഉള്ളത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് വലിയ സംഭവമായിട്ട് കൊട്ടിഘോഷിക്കാനൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതുപോലത്തെ എയർ ഷോകളിലും ടെസ്റ്റ് റൈഡുകളിലൊക്കെ പല ഇതുപോലത്തെ മികച്ച എയർക്രാഫ്റ്റുകളും ക്രാഷ് ആയിട്ടുണ്ട്. ഈ പറയുന്ന F-35 പല പ്രാവശ്യം ഇതുപോലെ ക്രാഷ് ആയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ റഫേൽ വിമാനം ഫ്രാൻസിൻ്റെ ഇതും പല പ്രാവശ്യം ടെസ്റ്റ് റണ്ണിൽ ക്രാഷ് ആയിട്ടുണ്ട്. അപ്പം ഇത് ക്രാഷാകുന്ന വലിയ സംഭവങ്ങളൊന്നും അല്ല. പക്ഷേ എന്നാലും നമ്മുടെ HAL ഉണ്ടാക്കിയ ഒരു സാധനമായപ്പോൾ അത് ക്രാഷ് ആയപ്പോൾ അതിന് പിന്നിലെ കാരണം എന്തുകൊണ്ട് സാധനം ക്രാഷായി എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. വരട്ടെ, കണ്ടുപിടിക്കട്ടെ. പക്ഷേ അത് വലിയ മഹാസംഭവമായിട്ട് കൊട്ടിഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് മാർക്കറ്റിനെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ മൊത്തത്തിൽ ബാധിക്കത്തില്ലെങ്കിലും HAL ഇത് നല്ലപോലെ ബാധിക്കും. HAL ഇന്നലെ തന്നെ 150 രൂപ ക്രാഷായി. 150 രൂപ താഴെ പോയി. ഫർദറായിട്ട് ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് കൊണ്ട് വീഴാൻ സാധ്യതയുണ്ടെങ്കിലും എക്കാലത്തെയും ഏറ്റവും മികച്ചൊരു സ്റ്റോക്കായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്റ്റോക്കായിരിക്കും HAL. ഓക്കെ, ഭാവിയിൽ വളരെയധികം വളർച്ചാ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് HAL. അപ്പം ഏത് ഡിപ്പിലും നിങ്ങൾക്ക് വാങ്ങി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് HAL. ഏത് ഡിപ്പിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഓക്കെ, 100% നമുക്ക് റിട്ടേൺ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡിഫൻസ് സെക്ടർ. അതിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഒരു കമ്പനിയാണ് HAL. ഓക്കെ, എല്ലാ വർഷവും നമ്മൾ ഒരു ഡിവിഡൻഡ് തുക കൊടുക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അവസരം വീഴുവാണെങ്കിൽ ആ അവസരം നിങ്ങൾക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ആഴ്ച നമുക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഭയങ്കര ഭീകരമായിട്ട് 700 പോയിൻ്റ് പ്ലസ്സിലിരുന്ന ഡൗ ജോൺസ് ഒറ്റയടിക്ക് നേരെ തിരിച്ച് 400 വരെ വന്നു. അവസാനം ക്ലോസ് ചെയ്തത് മിനിയാത്ത കാര്യമാണ് പറയുന്നത്. -400 ക്ലോസ് ചെയ്ത് അവസാനം 250 ഡൗ ജോൺസ് ക്ലോസ് ചെയ്ത്. അതുപോലെ തന്നെ നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റി അമ്മായി നമ്മൾ പേരിട്ട് വിളിക്കുന്നത് അല്ലേ, ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം 200 പോയിൻ്റോളം എന്ത് ചെയ്തു, ക്രാഷ് ചെയ്തു. അന്നത്തെ ദിവസം ക്രാഷായതിന് ശേഷം അന്നത്തെ ദിവസം ഓപ്പൺ ആയത് 21-ാം തീയതി നമ്മുടെ ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ ഓപ്പൺ ആയത് ഏകദേശം ഒരു 120 പോയിൻറ്റിനടുത്ത് എങ്ങാണ്ടാണ് മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴോട്ട് വന്നു. മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി കൃത്യമായിട്ട് നമ്മുടെ 26,172 ടെസ്റ്റ് ചെയ്തു.
ഇല്ലേ? 26,172 ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിൽ ഒരു ഫോള് നല്ല രീതിയിൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സി ഹോൾഡ് ചെയ്തവർക്കും പി ഹോൾഡ് ചെയ്തവർക്കും ഒന്നും വലിയ നഷ്ടങ്ങളുണ്ടായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ 13% വിക്സ് കയറി. ഈ 13% വിക്സ് കയറിയപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം ഒക്കെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് സി കയ്യിലുള്ളവർക്കും രാവിലെ രക്ഷപ്പെടാനും അവസരം ഉണ്ടായിരുന്നു. സി കയ്യിലുള്ളവർക്ക് ഇത്രയും ഗ്യാപ് ഡൗൺ വന്നിട്ടും അത്ര വലിയ ക്രാഷ് അവരുടെ പ്രീമിയത്തിൽ ഉണ്ടായില്ല. അത് മാത്രമല്ല, എത്രയാണ് ഇപ്പോൾ 100 രൂപയുടെ ഒരു പ്രീമിയമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഈ 100 ഇത്രയും പ്രീമിയം ഒരു 100-130 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ വരുമ്പോൾ 100 പോയിൻറ്റിനടുത്ത് ഗ്യാപ് ഡൗൺ വരുമ്പോൾ എന്തായാലും ഈ 100 രൂപ എന്നുള്ള പ്രീമിയം ഏകദേശം ഒരു 50 രൂപ എന്നുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. പക്ഷേങ്കിൽ ഈ 100 രൂപ എന്നുള്ള പ്രീമിയം നിങ്ങൾ കയ്യിൽ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു 70 രൂപയൊക്കെ വീഴാനുള്ള സാധ്യതയുള്ളൂ ഇവിടെ വന്നപ്പോൾ. പക്ഷേ അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറിയപ്പം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കോസ്റ്റെങ്കിലും ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളത് എങ്ങനെയൊക്കെ വിനിയോഗിച്ചെന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിനുശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ഫോള് കിട്ടി. നമ്മളിവിടെ കണക്ക് ശരിക്കും നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിന് പോയതിന് ശേഷം മുകളിലോട്ട് പോയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഇവിടുന്ന് ഇവിടം വരെ ഏകദേശം 109 പോയിൻറ്റിൻ്റെ ഒരു ഫോള് വീണ്ടും നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടുന്ന് മുകളിലോട്ട് പോയതിന് ശേഷം 180 പോയിൻറ്റിൻ്റെ ഒരു ഫോള് നമുക്ക് തന്നതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ച കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം. നമ്മുടെ 26,172 എന്ന് പറഞ്ഞ ലെവൽ ടെസ്റ്റ് ചെയ്തു ഇല്ലേ? ഫോള് വന്നതിന് ശേഷം ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം പോയി കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്തു. ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നല്ല രീതിയിലൊരു 100 പോയിൻറ്റിൻ്റെ ഫോള് കിട്ടി. അപ്പോൾ ഇവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്കൊക്കെ സുന്ദരമായിട്ട് പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. കറക്റ്റ് റിജക്ഷൻ ക്യാൻഡിൽ ട്രേഡ് എടുത്തവർക്ക് സുന്ദരമായിട്ട് പ്രോഫിറ്റ് എടുക്കാനുള്ള അവസരം ധാരാളം ഉണ്ടായിരുന്നു. നമ്മൾ ഞാനപ്പോൾ പറഞ്ഞു, മാർക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ ഈ ഹൈ കട്ട് ചെയ്ത് പോയാൽ, ഞാൻ വോയിസിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളായിരുന്നു, ഈ ഹൈ കട്ട് ചെയ്ത് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് വീഴും. ഇല്ലെങ്കിൽ ഇവിടുന്ന് തിരിച്ച് റിക്കവറിക്കുള്ള സാധ്യതയാണ് ഉള്ളതെന്ന് ഞാൻ ഇന്നലത്തെ എൻ്റെ വ്യാഴാഴ്ചത്തെ എൻ്റെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, തലേദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ? മാർക്കറ്റ് കൃത്യമായിട്ട് ആ പോയിന്റിലെത്തി, വരെയൊക്കെ നേരത്തെ വരച്ചിട്ടിരുന്ന ആ പോയിന്റിലെത്തി കുറേ നേരം കൺസോൾട്ടേറ്റ് ശേഷം നേരെ മാർക്കറ്റ് വീണ്ടും തിരിച്ച് എവിടെയാണോ മാർക്കറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് അതേ പോയിന്റ് തന്നെ വീണ്ടും എത്തി. എന്നിട്ട് അവിടുന്ന് വീണ്ടും എന്ത് ചെയ്തു? ഒരു ഫോള് കിട്ടി. ആ ഫോള് കിട്ടിയപ്പോൾ ഇതെന്താണ്? ഇത് ഓപ്പണിംഗ് ആണ്. ഈ പോയിൻ്റാണ് ഓപ്പണിംഗ് പോയിന്റ്, ഇന്നലത്തെ ഓപ്പണിംഗ് പോയിന്റ്. ആ ഓപ്പണിംഗ് പോയിന്റ് വന്ന് റീടെസ്റ്റ് ചെയ്തു, വീണ്ടും തിരിച്ചു പോയി. അപ്പോൾ നമ്മുടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഞാൻ വരച്ചിട്ടതാണ് ഇവിടെ ഇല്ലേ? ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ആ കപ്പ് ആൻഡ് ഹാൻഡിൽ അവിടം വരെ എത്തിയില്ല. ഒരു 5-10 പോയിന്റിന് മുന്നേ വെച്ച് തന്നെ അവിടുന്ന് വീണ്ടും ഒരു ഫർദർ ഒരു ക്രാഷ് ഉണ്ടായി. ഈ സമയത്താണ് നമ്മുടെ എയർ ഷോയിൽ നമ്മുടെ തേജസ് ക്രാഷ് ചെയ്തത്. ആ സമയം ഏകദേശം ഈ സമയത്ത് അടുപ്പിച്ചാണ് ക്രാഷ് ചെയ്തത്. അപ്പോഴൊരു ടെമ്പററി ഒരു ഫോള് നമുക്ക് അവിടെ മാർക്കറ്റ് കിട്ടി. അത് മാത്രമല്ല, ഈ ഫോളിന് ആധാരം തേജസിൻ്റെ ക്രാഷ് മാത്രമല്ല, അത് വീക്കെൻഡ് ആയതുകൊണ്ട് ആരും പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടത്തില്ല. കാരണം വീക്കെൻഡിൽ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. അന്നത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് അറിയാത്തതിൻ്റെ പേരിൽ അവരെന്ത് ചെയ്തു? എല്ലാവരും കയ്യിരിക്കുന്ന പൊസിഷൻസൊക്കെ എക്സിറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറ്റ് കുറച്ച് കടന്ന് താഴോട്ട് വന്നത്. എങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം, നമ്മൾ വരച്ച അതേ ലൈനില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ വരച്ച ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. പക്ഷെ നമുക്ക് കാണുന്നതും ഉള്ളതുമല്ല പറയാൻ പറ്റത്തുള്ളൂ. കൃത്യമായിട്ടുള്ള ഇതേ പോയിന്റിൽ എവിടെയാണോ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് അവിടെ തന്നെ വീണ്ടും വന്ന് സപ്പോർട്ട് എടുത്തു. ഓക്കെ, 26.063 ക്ലോസ് ചെയ്ത്, 68 നമ്മുടെ കൃത്യമായി ഈ വരയിൽ തന്നെയാണ് വന്ന് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ചരിത്രം. ഇനിയിപ്പോൾ എന്തായി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് മാർക്കറ്റ് ഏകദേശം 100 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് നിലവിൽ കൂടുതൽ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. മണി കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും. 107 പോയിൻറ്റ്, ഗിഫ്റ്റ് നിഫ്റ്റി 107 പോയിൻ്റാണ് നിലവിൽ ഇപ്പം അപ്സൈഡ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് നിലവിലത്തെ അവസ്ഥ വെച്ച് പ്രതീക്ഷിക്കാം. നാളെ തിങ്കളാഴ്ച രാവിലെ മാർക്കറ്റ് കയറുമ്പം വീണ്ടും അവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ്
വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 100 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതേ പോയിന്റിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഈ ഏരിയയിൽ. ഓക്കെ, ഈ ഏരിയ ഞാൻ ഇൻട്രാഡേ ആണ് പറയുന്നത്. ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ പോയിന്റിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്താൽ 26,172 താഴെ, ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ, 26,172 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ, താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ എപ്പോഴും ഇവിടുന്ന് താഴോട്ട് വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, 1, 2, മൂന്നാമത്തെ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തില്ല എങ്കിലും നമുക്ക് 3 കൂട്ടാം. അടുത്ത 4ാമത്തെ പ്രാവശ്യം ഈ ലൈൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 26,102 തലവരയായിട്ട് നിങ്ങൾക്ക് കണക്ക് കൂട്ടി വെക്കാം. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ പോയിന്റ് ക്രോസ് ചെയ്താൽ ATHനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇല്ല, ഇത് ക്രോസ് ചെയ്ത് നിലനിൽക്കണം. ഒരു 15 മിനിറ്റ് നേരമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിലനിന്ന് കഴിഞ്ഞാൽ ATH അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ തിരിച്ച് ഇവിടുന്ന് പിന്നെ ഇങ്ങനെ പഴയ അവസ്ഥയിൽ ഈ പോയിന്റിലോ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് ATH ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ നിലനിന്നെങ്കിൽ നമുക്ക് ATH അടിക്കത്തുള്ളൂ. അപ്പോൾ ഇനി ATH അടിച്ച് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുക. നമുക്ക് പുതുതായിട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചേക്കുക. നാളെ തിങ്കളാഴ്ച ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിനെ മുകളിൽ കിട്ടണം. ഇതിൻ്റെ മുകളിലാണ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകണം, ഇങ്ങനെ പോകണം. അല്ല, ഇവിടെ ഗ്യാപ്പ് വന്നതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്ത് ക്രാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ സപ്പോർട്ട് ഇവിടെ വന്ന് ഇവിടെ എടുക്കും. ഇതും പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരെ താഴെ, പിന്നെ ബാക്കി അടിവാരം. ഓക്കെ, അല്ല ഇവിടെയാണ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ല, ഇവിടെ തട്ടി തിരിച്ച് വരുന്നുണ്ട് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രാഡേ ബേസിലുള്ള കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേ വൈസിലൊന്ന് നോക്കാം. ഡേ വൈസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് നമുക്ക് ഈ വര വന്നോട്ടെ, നമ്മൾ വരച്ച വര മാർക്കറ്റ് ഈ ലൈനിൻ്റെ മുകളിലാണ്. ഈ ലൈനിൻ്റെ അതേ ലൈനിലാണ് മാർക്കറ്റ്. തലേദിവസം ATH അടിക്കാൻ പോയി, നടന്നില്ല. പിറ്റേ ദിവസം ആ ഹൈ ടച്ച് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് വന്ന് ഇപ്പം ഡേ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം വെച്ചാൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത് ഈ പറയുന്ന നമ്മളുടെ ഇതിന് താഴെയാണ്. മനസ്സിലായി? നമ്മളിവിടെ പല പ്രാവശ്യം ഈ ലൈൻ നമ്മൾ വരച്ചിട്ടേക്കുന്നതാണ്, പണ്ട് തൊട്ടേ വരച്ചിട്ടേക്കുന്ന ലൈനാണ്. ഈ ലൈനിൻ്റെ താഴെയാണ് ഇതിന് ക്ലോസിങ് കിട്ടിയേക്കുന്നത്. അപ്പോൾ വീണ്ടും എന്താ സംഭവിക്കേണ്ടത്? നാളെ ഡേ ക്യാൻഡിൽ ഇതിനെ മുകളിൽ തന്നെ ക്ലോസ് ചെയ്യണം. മുകളിൽ തന്നെ ക്ലോസ് ചെയ്താൽ മാത്രമേ ഗ്യാപ്പ് അപ്പിലൂടെ ഓപ്പൺ ചെയ്ത് നമുക്ക് 26,277 വരെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പോട് ഓപ്പൺ ചെയ്തതിന് മുകളിൽ നാളെ ഗ്രീൻ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം നിലവിലത്തെ അവസ്ഥ വെച്ച് നല്ലൊരു ബെയറിഷ് സെറ്റപ്പാണ് ഇപ്പം ഫോം ആയേക്കുന്നത്. ഈ ബെയറിഷ് സെറ്റപ്പ് മാറി നാളെ ഇത് ഗ്രീനിൽ ഇതിൻ്റെ മുകളിൽ ഡേ വൈസിൽ ക്ലോസ് ചെയ്തെങ്കിലേ നമുക്കൊരു അപ്സൈഡ് മൊമെൻ്റ് ഉള്ളൂ. പക്ഷേ ആ അപ്സൈഡ് മൊമെൻറ്റത്തിന് വേണ്ടിയുള്ള ന്യൂസുകളൊക്കെ ധാരാളം നമ്മുടെ മാർക്കറ്റിലുണ്ട്. അത് മാർക്കറ്റ് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ട്രേഡ് ഡീൽ ഇതുവരെയായിട്ട് നമുക്ക് തീരുമാനമായിട്ടില്ല. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച മാർക്കറ്റ് എന്ത് ചെയ്യണം? ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഈ ലൈൻ്റെ മുകളിൽ 26,109 എന്ന് പറയുന്ന ലൈൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും ഒരു ഫർദറായിട്ടുള്ള റാലി നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം കഴിഞ്ഞല്ലോ. ഓക്കെ, നമുക്കിനി ഇപ്പം നിങ്ങൾ പോവല്ലേ, ലെവൽ കിട്ടുകൊണ്ട് നിഫ്റ്റി ലെവൽ കിട്ടുകൊണ്ട് നിങ്ങൾ പോവല്ലേ. നമുക്കിനിയിപ്പോൾ ചിന്തിക്കേണ്ട കാര്യം 1-2 കാര്യങ്ങളുമുണ്ട്. നമുക്കിനി ചിന്തിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ റിലയൻസിനെ കൂടെ നോക്കാം. റിലയൻസ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. റിലയൻസിൻ്റെ നോക്കിക്കേ, നല്ല രീതിയിൽ ഡേ ക്യാൻഡിൽ നല്ല ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കണ്ടോ, പല പ്രാവശ്യം ഇവിടെ ടെസ്റ്റ് ചെയ്ത ഒരേ ലൈനിലാണ് ടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് നടത്തി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് റിലയൻസിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ റിലയൻസ് ഇതാ ഇവിടെ നിൽക്കണം, ഇവിടെ വരണം. ഇവിടെ വന്നെങ്കിൽ പിന്നെ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. 1572 എന്ന് പറഞ്ഞ പോയിന്റ് അവിടോട്ട് എത്തുമോ നോക്കുക. ഡേ വൈസിൽ ഈ പോയിന്റിലോട്ട് എത്തുമോ നോക്കുക. ഇല്ലെങ്കിൽ ഇതിന് താഴെ പോയെങ്കിൽ 1530 താഴെ റിലയൻസ് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫർദർ ഡൗൺ നമുക്ക് റിലയൻസിൽ പറയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, റഷ്യ ഉക്രൈൻ വാർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസിന് അത് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ റിലയൻസിനെ നോട്ട് ചെയ്യുക. അതുപോലെ HDFC ബാങ്ക്, ഞാൻ പറഞ്ഞു HDFC ബാങ്ക് കഴിഞ്ഞ ദിവസം ഭയങ്കര വലിയ രീതിയിലൊക്കെ കയറിയൊക്കെ പോയി. പക്ഷേ ഇന്നലെ ക്ലോസ് ചെയ്തത് ആ കയറുന്നതിൻ്റെ
കയറിയതിൻ്റെ പകുതി മുക്കാലും എന്ത് ചെയ്തു, ഇന്നലെ അത് വൈപ്പ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് HDFC ബാങ്കിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. 1000-ന് മുകളിൽ എപ്പോഴൊക്കെ പോകുന്നു അപ്പോഴൊക്കെ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാറുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ വെയിറ്റേജ് മാർച്ച് മുതൽ ഇതിൻ്റെ വെയിറ്റേജ് കുറയും. HDFC ബാങ്കിൻ്റെ വെയിറ്റേജ് അത് കുറേ 27% കണ്ടാണ്, അത് 20% എത്തിക്കണം. അപ്പോൾ അങ്ങനെ 20% എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേ സെല്ലിങ് നടന്നെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പോൾ മാർച്ചിന് മുമ്പ്, മാർച്ചിലാണെന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കും, പക്ഷേ മാർച്ചിലല്ല, ഒറ്റ ദിവസം കൊണ്ടല്ല ഇത് അറിയുന്നത്, ഗ്രാജുവലിയാണ്, കുറച്ചായിട്ടാണ് ഇതിനകത്ത് സ്റ്റോക്കുകൾ വെയിറ്റേജ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറയ്ക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിലും ഈ HDFC ബാങ്കിനകത്തൊരു സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും പുറകോട്ട് അടിക്കാനുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ HDFC ബാങ്കിന് നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റഡാറിൽ ഇട്ടേക്കുക. അതുപോലെ തന്നെ ICICI ബാങ്കും ഈ പറയുന്ന പോലെ തന്നെ ഒരു കുറച്ച് നല്ല രീതിയിലൊരു അപ്സൈഡ് തന്നിട്ട് അവസാനം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. എങ്കിലും നമുക്ക് ഇനിയിപ്പോൾ ഈ ട്രെൻഡ് ലൈനൊന്നും ഇല്ല കേട്ടോ. ഈ ട്രെൻഡ് ലൈനൊക്കെ പണ്ട് വരച്ചിട്ടതാണ്, എന്തിനും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തിരിച്ച് 1342 ഒരു മേജർ സപ്പോർട്ട്. ഓക്കെ, തിരിച്ച് വരുമോ, അല്ലെങ്കിൽ ഈ ഹൈ കട്ട് ചെയ്യണം. ഈ ഹൈ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICICI ബാങ്ക് ഈ ഹൈ കട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഫർദറായിട്ട് ICICI ബാങ്കിനകത്തുള്ളൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവിടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റോക്കിൻ്റെ വെയിറ്റേജ് കുറയും. ഇവർക്ക് 23% കണ്ട് വെയിറ്റേജ് ഉണ്ട് നിഫ്റ്റിയിൽ. അതും 20% താഴെ കൊണ്ടുവരേണ്ട ആവശ്യകത വളരെ കൂടുതലാണ്. പിന്നെ കോട്ടക് ബാങ്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടക് ബാങ്ക് ഇപ്പം സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് മാർക്കറ്റ് കണക്കിലെടുക്കുന്നത് നമുക്കറിയത്തില്ല. ഒരു സപ്പോർട്ട് ലൈനിലാണ്, ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് ഇപ്പം കോട്ടക് ബാങ്ക് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഫർദറായിട്ട് 2060 സപ്പോർട്ട് എടുക്കുമെന്ന് നോക്കുക. 2060 സപ്പോർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ സാധനം താഴോട്ട് പോരും. ഇതിനെ മാർക്കറ്റ് ഈ സ്പ്ലിറ്റിനെ എങ്ങനെ കണക്കാക്കുമെന്ന് നമുക്കറിയത്തില്ല. അതിന് കണ്ടറിയാം നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു. അടുത്ത നമുക്കിതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് SBI എന്നാണ്. SBIൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ഫാസ്റ്റ് മൂവ് ചെയ്ത് പോകുന്നൊരു സ്റ്റോക്കാണ് SBI. കാരണം PSU ബാങ്കിൻ്റെ മെർജറിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ഈ റാലി ഇപ്പം നടന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ കൃത്യമായിട്ടൊരു റെസിസ്റ്റൻസിൽ വന്ന് ഇടിച്ച് നിൽക്കുകയാണ്, ഒരു സപ്പോർട്ടിൽ വന്ന് ഇടിച്ച് നിൽക്കുകയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ SBI താഴോട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ SBIനെയും കൂടെ നിങ്ങൾ നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നിഫ്റ്റിക്കകത്തിലെ ഒരു വെയിറ്റേജ് സ്റ്റോക്കിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുന്നു. ഓൾ ടൈം ഹൈ അടിച്ചതിന് ശേഷം നേരെ മാർക്കറ്റ് താഴെ വിടും. നാളെ ഇപ്പോൾ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. തിങ്കളാഴ്ച ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ 59 326 മുകളിലാണ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും അടുത്ത ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. ഇവിടെ ട്രെൻഡ് ലൈൻ നമ്മൾ പണ്ട് വരച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല, ഒന്ന് കാണിച്ചേ. കണ്ടോ, ഈ ട്രെൻഡ് ലൈൻ ഉണ്ട്. ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ എത്തണം. ഇപ്പോൾ ഇവിടെ ഒരു ഡോജിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ മുകളിലെത്തിയാൽ ഫർദറായിട്ട് ഈ ട്രെൻഡ് ലൈൻ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടുന്ന് പിന്നെ നമുക്ക് സെല്ലിംഗ് പ്രഷർ വരിക, ബ്രേക്കൗട്ട് നടത്തി മേലോട്ട് പോകുമെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാം. അടുത്തത് നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ, നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഞാൻ പറഞ്ഞു വീഴുവാണ്, നല്ല രീതിയിലുള്ള വീഴ്ചയായിരിക്കും വീഴുന്നത് എന്ന് ഞാൻ പറഞ്ഞു. നല്ല രീതിയിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും വീണു. 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ ഒരു ഹൈയിൽ നിന്നൊരു വീഴ്ച വീണു. നമുക്ക് അളന്ന് നോക്കാം. ഉണ്ടോ, 238 പോയിൻറ്റ്, 2 ദിവസം കൊണ്ട് 238 പോയിൻറ്റ് എന്ത് ചെയ്തു, മിഡ് ക്യാപ്പ് വീണു. ഇന്നലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഴ്ച എത്രയുണ്ട്, ഏകദേശം 150 പോയിൻറ്റിൻ്റെ വീഴ്ച ഇന്നലെയും വീണു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു മിഡ് ക്യാപ്പിൽ എന്തെങ്കിലും ഒരു ദുസൂചന വരുവാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ്. അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ഇപ്പോൾ കറക്റ്റ് സപ്പോർട്ടിലാണ്. മിക്കവാറും നാളെ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് ഇവിടെ തിങ്കളാഴ്ച വളരെ കൂടുതൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 13,956 ഈ 13,956 മുകളിൽ നിൽക്കണം. ഓക്കെ, 13,956 മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഇവിടുന്ന് എങ്ങോട്ട് പോകുമെന്ന് നോക്കുക, മുകളിലോട്ടാണോ താഴോട്ടാണോ നോക്കുക. ഈ ഒരു ലൈൻ നമുക്ക് വളരെ നിർണായകമാണ്. ഓക്കെ, നിങ്ങളത് സൂക്ഷിച്ച് ഈ ഏരിയ വരുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. ചൊവ്വാഴ്ച നിങ്ങൾക്കറിയാമല്ലോ ട്യൂസ്ഡേ എക്സ്പയറിയാണ് എല്ലാത്തിൻ്റെയും. അതുകൊണ്ട് സൂക്ഷിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓൾ ടൈം ഹൈയോട് അടുത്തതിന് ശേഷം തിരിച്ചു വന്ന സാധനമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. സെൻസെക്സ് നമുക്ക് നോക്കാം. സെൻസെക്സിൽ എന്താണ് സംഭവിച്ചത്? സെൻസെക്സ് നമ്മൾ വരച്ച വര കൃത്യമായിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് നേരെ തിരിച്ചു വന്നു നമ്മുടെ അടുത്ത വരയിലൂടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഫർദറായിട്ട് നമ്മൾ ഓൾറെഡി വരച്ചു വിട്ടിട്ടുണ്ട്. സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ 85,801 മുകളിലാണ് ഗ്യാപ്പ് അപ്പ് കിട്ടുന്നതെങ്കിൽ
ഓക്കെ 85 മുകളിൽ ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് 86,353 കിട്ടും. ബാക്കി മുകളിലോട്ടൊരു ട്രെൻഡ് ലൈൻ കിടപ്പുണ്ട്. ഈ ട്രെൻഡ് ലൈൻ വരെ 87,400 ഓക്കെ ആണ് ട്രെൻഡ് ലൈൻ. ഇവിടം വരെ നമുക്ക് നോക്കാം. അതിനുശേഷം ഫർദറായിട്ട് എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നോക്കാം. കൃത്യമായിട്ട് ഈ ലെവലുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. നോക്കി വെച്ചതിന് ശേഷം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ സമയം ഇച്ചിരി നീണ്ടുപോയി. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ, ഞാൻ വീണ്ടും നിങ്ങളുടെ പുതിയ ഗ്രൂപ്പിൽ ഇപ്പം പുതുതായിട്ട് ആഡായവരോടൊക്കെ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഞാൻ ഗ്രൂപ്പിൽ കുറേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളതൊക്കെ കാണാൻ ശ്രമിക്കുക. റിജക്ഷൻ ക്യാൻഡിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, പിന്നെ ഒരു ചാർട്ടിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, പ്രൈസ് ആക്ഷൻ സീരീസ്, ഓപ്പൺ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ATM ITM OTM എങ്ങനെ സെലക്ട് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് എവിടെ എപ്പോൾ എങ്ങനെ, ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഈ മാർക്കറ്റ് ടൈമിൽ ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്. നിങ്ങൾ കഴിവതും നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കാണാതാണ് വീണ്ടും സാറേ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്തുവാണ്, ലോങ് പിന്നെ അൺവൈൻഡിങ് എന്താണ്, ഷോർട്ട് കവറിങ് എന്താണെന്ന് പറഞ്ഞ് പിന്നെയും നിങ്ങൾ എന്നോട് ചോദിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളതുകൊണ്ട് ഈ വീക്കെൻഡ് അതിനുവേണ്ടി നിങ്ങൾ സമയം എടുത്ത് സ്വസ്ഥമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാൻ. അപ്പം നാളെ തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.